സദ്ഗതിദായിനിയായി മഹാദുർഗ പരശുരാമ പ്രതിഷ്ഠിതമായി വാഴുന്ന പുണ്യഭൂമിയാണിത്. വില്ലുമംഗലത്തിന് ദർശനം നൽകിയ വിശ്വചൈതന്യ സ്വരൂപിണി വാഴുന്നത് ഇവിടെയാണ്. അതെ, ഇത് അറബിക്കടൽ അലമാല തീർക്കുന്ന മണ്ണിൽ അതിസൗന്ദര്യമൂർത്തിയായ മഹാദുർഗ വാഴുന്ന മണ്ണ് പരിമണം ശ്രീ ദുർഗാദേവി ക്ഷേത്രം. സുന്ദരൻ പരിമണം വിഷ്ണുവിനെ മനസ്സിൽ കുടിയിരുത്തിയ ഗജസമതി പരിമണമിതാ ഇന്നിവിടെ ഒരുക്കുന്നു. പ്രൗഢഗംഭീരമാകുന്ന ആനയൂട്ട്. ഈ ആനയൂട്ടിലേക്ക്, ഈ വിരുന്നൂട്ടിലേക്ക് മുഴുവൻ സജ്ജനങ്ങൾക്കും ആനപ്രേമികൾക്കും ആഘോഷപ്രേമികൾക്കും ഈ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. മണ്ണിലേക്ക് ആദ്യമായിട്ടിതാ പദം വെച്ച് പാദം കടന്ന് പടികടന്ന് ഈ മണ്ണിലേക്ക് എത്തുന്നു ഒരു ഗജസുന്ദരി. അഴകിന്റെ പിടിയാന ചന്തങ്ങളെ അകതാരിൽ സ്നേഹിക്കുന്ന ആനപ്രേമികളുടെ ആവേശം. പറയെടുപ്പിനായി പരിമണത്തമ്മയെ എഴുന്നള്ളിപ്പിച്ച ഗജസുന്ദരി, ഗജറാണി തലച്ചിറ റോസ്ലി. അതെ, ഇവൻ തെക്കൻ മടിത്തട്ടിലെ ആനപ്പെരുമയ്ക്ക് തിലകം തൊടുവിക്കുന്ന മറ്റൊരു തമ്പുരാട്ടിക്കുട്ടി. പേരുകേട്ട് പുനലൂരിന്റെ മണ്ണിൽ താരമായി അണിനിരക്കുന്ന സൗന്ദര്യ തിലകം. അനൂപിന്റെ കൈയും പിടിച്ചുകൊണ്ടിതാ ആന കേരളത്തിന്റെ അഭിമാന താരങ്ങളോട് ഒന്നിച്ച് തെക്കു വാഴുന്ന ഗജസുന്ദരി. കടന്നു വന്ന വേദികളിൽ ആവേശം നിറച്ച തനത സൗന്ദര്യമുള്ള ഗജസുന്ദരി. ഇഭരാജ മലയാളത്തിന്റെ അഴകിന്റെ അവസാനമായി വാഴുന്ന മാതംഗ മനോമോഹിനി. എന്നും ഒരുപിടി ആവേശം ഗജപ്പിറവികൾക്കായി മാറ്റിവെക്കുന്ന തെക്കൻ മണ്ണിന്റെ മറ്റൊരു നേരവകാശി. അനൂപിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പരിമണത്തമ്മയുടെ മണ്ണിൽ ആനയൂട്ട് കൂടുവാൻ കടന്നു വരുന്നു ഗജറാണി തലച്ചിറ റോസ്ലി. കഴിഞ്ഞ ഏറെ കാലങ്ങളായി പരിമണത്തുത്സവത്തിന് നേർച്ചയാനയായി സമർപ്പിക്കുന്ന പുത്തൻതുറ അരയ സേനാ സമിതി പാലക്കത്തറ അഭിമന്യുവിനെയും അമ്മയുടെ മണ്ണിലേക്ക് നേർച്ചയാനയായി സമർപ്പിക്കുന്നു. ആവേശത്തിന്റെ താരങ്ങൾ അണിനിരക്കുന്ന ഗജവേദിയിലേക്ക് നേർച്ച കൊമ്പനായി പരിമണത്തമ്മയെ കാണുവാൻ വരികയാണവൻ. അതിർത്തിക്കാടിന്റെ മണിത്തട്ടിൽ ആന കേരളത്തിന്റെ വീരനായകനായി പിറവികൊണ്ട ഗജതാര വിസ്മയം. ദക്ഷിണ മലയാളത്തിന്റെ എണ്ണം പറഞ്ഞ ആന തറവാട്ടിലേക്ക് പ്രൗഢിയോടെ കടന്നു വന്നവൻ. പാലക്കത്തറയിലെ പേരെടുത്ത പടനായകൻ കടന്നു വരികയാണവൻ. ഗജകേസരി പാലക്കത്തറ അഭിമന്യു. അതെ, കൂട്ടിക്കൽ മനോജിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ. മഹാഭാരത കഥയിലെ ഇതിഹാസ നായകന്റെ നാമവും പേറി ആന കേരളത്തിൽ അവതാരം കൊണ്ടവൻ. ഗജസമതി പരിമണമൊരുക്കുന്ന വേദിയിൽ അഴകുകൊണ്ട് തിളങ്ങി നിൽക്കുവാൻ കടന്നു വരുന്നവൻ. ഐശ്വര്യ കിരണങ്ങൾ ആന കേരളത്തിൽ പതിപ്പിച്ച പാലക്കാത്തറയുടെ തുറുപ്പ് ചീട്ട് എന്നും ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായി ദക്ഷിണ മലയാളത്തിന്റെ മണ്ണിലെ എണ്ണം പറഞ്ഞ പടനായകൻ. കാലുകുത്തിയ ഇടങ്ങളിലെ മണൽ തരികളെ വരെ പളകം കൊള്ളിക്കുന്ന ഗജരാജൻ. ഒന്നിനൊന്ന് മികച്ച വേദികളിൽ എന്തിനും പോകുന്ന അഴകുമായി അവതാരം കൊള്ളുന്ന ഗജപ്പിറവി. പാലക്കത്തറ തറവാടിന്റെ അഭിമാന താരമായി ആന കേരളത്തിൽ നിറയുന്നവൻ ഗജകേസരി പാലക്കത്തറ അഭിമന്യു. അതെ, പേരുകേട്ട കൊമ്പന്മാരുടെ പെരുമയ്ക്കും വരവിനും കാരണമായ മണ്ണിലേക്ക് തികവിന്റെ ആനച്ചന്തം കാണിച്ചു കൊടുത്ത് നിലകൊള്ളുന്ന മാതംഗ ശ്രേഷ്ഠൻ അവതാര പിറവിയായി വന്നെത്തുന്നു തെക്കിന്റെ തല മുതിർന്ന താരം. ഏതു മണ്ണിലും എണ്ണം പറഞ്ഞ ചരിത്രം രചിച്ചൊന്നിനൊന്ന് മികച്ച മുതൽ കൂട്ടാകുവാൻ ചന്തവും ചങ്കൂറ്റവുമായി നെഞ്ചും വിരിച്ചു വരികയാണവൻ. വടക്കൻ നാടുകൾ കണ്ടു മോഹിച്ച് വരവേൽക്കുവാൻ കാത്തിരിക്കുന്ന തെക്കിന്റെ ശാന്ത സൗന്ദര്യം ഗജരാജൻ പനക്കൽ നീലകണ്ഠൻ.
എണ്ണം പറഞ്ഞവരെ എണ്ണി എണ്ണി എഴുന്നള്ളിച്ച് കല പഠിപ്പിച്ചിറങ്ങിയ പുത്തൻകുളം കളരിയിൽ നിന്നും ചുവട് വെച്ച് വളർന്നവൻ. തനിക്കു ചേർന്ന സൗന്ദര്യം തന്മയത്വത്തോടെ വന്നു ചേർന്നപ്പോൾ മികവിന്റെ പ്രൗഢി കൂട്ടി നിന്നവൻ. പനയറ ബൈജുവിന്റെ കൈയും പിടിച്ചിത പരിമളത്തമ്മയുടെ മണ്ണിലേക്ക് ആരെയും മയക്കുന്ന ആകാരവും ചൂടി ആന കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറിയ മറ്റൊരു തെക്കൻ താരസൂര്യൻ. ബാല്യവും കൗമാരവും മല്ലിട്ട് തീർത്തപ്പോഴും പോരാട്ടത്തിന് മൂർച്ച കൂട്ടി ഇറങ്ങിയ കാലം ബാക്കിയുണ്ടെന്ന് തെളിയിച്ച മാതംഗ കേസരി. അതെ, ഗജസമിതി പരിമളം ഒരുക്കുന്ന വേദിയിലേക്ക് വരികയാണവൻ. കീർത്തി കേട്ട താരങ്ങൾക്ക് അർഹമായ സ്ഥാനം നൽകിയ തെക്കൻ കേരളത്തിന്റെ നിറസാന്നിധ്യം സാക്ഷാൽ ഗജസ്വരൂപൻ പനക്കൽ നീലകണ്ഠൻ. തീർക്കുന്ന നേരത്ത് നേർച്ചയാനയായി അണിനിരക്കുവാൻ ഇതാ കടന്നു വരുന്നു ഒരു കൊമ്പൻ. ആണുങ്ങൾ നിറയുന്ന കൊല്ലത്ത് ആവേശത്തിന്റെ ചരിത്രം കുറിച്ച പനക്കൽ ആനപ്പന്തിയുടെ മാനസപുത്രൻ ഗജകേസരി പനക്കൽ നന്ദൻ. ഏതു മണ്ണിലും താരമാകുന്ന തികഞ്ഞ ശാന്തതയുമായി തന്റെ സാരഥി വെള്ളാപ്പള്ളി പ്രമോദിന്റെ കൈയും പിടിച്ചു കടന്നു വരികയാണവൻ. വൻമരങ്ങൾ തിങ്ങുന്ന വടക്കൻ മഴക്കാട്ടിൽ നിന്നും ആന കേരളത്തിന്റെ മടിത്തട്ടിലേക്ക് കടന്നു വന്ന വീരതാരകം. കാലം ശാന്തത കൊണ്ട് അനുഗ്രഹിച്ച കലിയുഗ വീര കുതുർഗി. എഴുന്നള്ളി നിൽക്കുന്ന വേദികളിൽ എല്ലാം തന്റെ തികമാർന്ന ആനച്ചന്തം കൊണ്ട് ആരാധകരെ തന്നോട് ചേർക്കുന്നവൻ. തനിക്കു താൻ പോകുന്ന വേദികൾ ആന കേരളത്തിൽ ഉള്ളപ്പോൾ ആവേശത്തിനൊട്ടും മടിക്കാതെ തലയുയർത്തി നിൽക്കുന്ന വീരനായകൻ. അതെ, പരിമളത്തെ തമ്പരാട്ടിയുടെ തിരുമുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണവനും ഗജകേസരി പനക്കൽ നന്ദൻ. വീര്യവും ആവേശവുമായി മാറുമ്പോൾ ഇതാ കടന്നു വരികയാണവനും. അറയ്ക്കുള്ളിൽ കണക്കില്ലാത്ത നിധിയുള്ള പോലെ അകതാരിൽ കരുണയുടെ തീരാസാഗരമുള്ള ആനന്ദ പത്മനാഭന്റെ മണ്ണിലെ മാതംഗ ശ്രീമാൻ. തെക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ തിളക്കമുള്ള തമ്പുരാനായി വാഴുവാൻ ഓണാട്ടുകരയുടെ മണ്ണിൽ നിന്നും കടന്നു വരുന്നവൻ. കഴിഞ്ഞ 30 വർഷത്തിലേറെ പരിമളത്തു ക്ഷേത്രോത്സവത്തിന് നേർച്ചയാന നൽകുന്ന ശ്രീ സഹദേവൻ പിള്ള നീലലക്ഷ്മി കുന്നിലിന്റെ നേർച്ച കൊമ്പനാന സിന്ദൂര കുലപതി കാണാവിള ശിവനാരായണൻ. എഴുന്നള്ളിപ്പിന്റെ രാജകല നിറയുന്ന മണ്ണിലെല്ലാം തികവാർന്ന ചന്തമായി വരുന്ന മാതംഗ ശ്രേഷ്ഠൻ സിന്ദൂരകുലപതി കാണാവിള ശിവനാരായണൻ. ആനക്കമ്പത്തിൽ നേരിൽ ആണുങ്ങൾ അണിനിരക്കുമ്പോൾ അതിന്റെ അഴകിൽ മാറ്റുളി നിറയ്ക്കുവാൻ അവനുണ്ടാകും. വീരന്മാർ വാഴുന്ന കൊല്ലത്തെ രാജഭൂമിയിൽ വാരോളം കീർത്തിയുമായി മാറുവാൻ വന്ന മാതംഗ തിരുമകൻ. തികവാർന്ന ആനച്ചന്തം, ഭംഗിയാർന്ന സൗകുമാര്യവും ആരാധക ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയ ആന സ്വരൂപം, ഊട്ടിയുറപ്പിച്ച സൗന്ദര്യ മഹിമ കൊണ്ടും മനം മയക്കുന്ന മനോഹര മസ്തകം കൊണ്ടും തെക്കിന്റെ തിലകക്കുറിയായി മാറിയവൻ. അനന്തപുരിയുടെ ഉയരക്കേവൻ, തികഞ്ഞ ശാന്തതയും ഈ മണ്ണിലേക്ക് നാരായണ പ്രഭ വിടർത്തിക്കൊണ്ട് ഒരു കളഭകേസരിയുടെ വരവ്. ഇവൻ ഗുരുവായൂർ കണ്ണന്റെ ആരാമത്തിൽ ആവേശത്തിന്റെ ഗജരൂപമായി വാഴുന്ന വേറിട്ട സൗന്ദര്യം. ശംഖുബ്രോസ് പരിമളത്തമ്മയ്ക്ക് കാണിക്ക വയ്ക്കുന്ന പകിട്ടേറുന്ന ഗജതാരകം. കളഭരത്നം ഗുരുവായൂർ ദേവസ്വം ജൂനിയർ വിഷ്ണു. പൂരങ്ങളുടെ പൂരം കൂടിയ താരനായകന്മാരിൽ കണ്ണന്റെ കളിത്തോഴനും ഉണ്ടെന്ന് കാലത്തിന് കാണിച്ചു കൊടുത്തവൻ. വടക്കൻ പൂരങ്ങളുടെ നിത്യ സാന്നിധ്യമായി മാറി ചിട്ടകളിൽ കുലപതിയായി വാഴുന്നവൻ. ശ്രീ ഗുരുവായൂരപ്പനെ അഴകിൽ എഴുന്നള്ളിച്ചും ആഘോഷത്തിന് അകമ്പടി സേവിച്ചും ശീലിച്ച സൗന്ദര്യ ശ്രീമാൻ കടന്നു വരുന്നു. വ്യത്യസ്തതയുടെ പെരുമുഖ ഭംഗിയും പെരുമയാർന്ന ശാരീരിക സൗന്ദര്യവും കാണിച്ചുകൊണ്ട്
ശംഖുബ്രോസിനായി കടന്നു വരികയാണവൻ. കളഭരത്നം ഗുരുവായൂർ ദേവസ്വം ജൂനിയർ വിഷ്ണു. മികച്ച ചട്ടക്കാർ രാജീവിന്റെയും പള്ളിപ്പുറം വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിതാ ഗജസമിതി പരിമളം ഒരുക്കുന്ന രാജവേദിയിൽ താരമായി നിൽക്കുവാൻ പരിമളത്തമ്മയുടെ തിരുമകൻ രാജാവായി നിൽക്കുന്ന ഒരു ജൂനിയർ താരം നാരായണപ്രിയൻ പുന്നത്തൂർ കോട്ടയുടെ താരനായകൻ ഗുരുവായൂർ ദേവസ്വം ജൂനിയർ വിഷ്ണുവിനും സാരഥിമാർക്കും പരിമളത്തമ്മയുടെ തിരുസന്നിധിയിലേക്ക് ആനയൂട്ടിലേക്ക് സ്വാഗതം സുസ്വാഗതം. ആവേശത്തിന്റെ ഗജമുഖമായി പങ്കെടുക്കുന്നവരാണിവൻ. പൂരങ്ങളുടെ പൂരം കൂടിയ താരനായകന്മാരിൽ കണ്ണന്റെ കളിത്തോടനുണ്ടെന്ന് കാലത്തിന് കാണിച്ചു കൊടുത്തവനാണിവൻ. വടക്കൻ പൂരങ്ങളുടെ നിത്യസാന്നിധ്യമായി മാറി ചിട്ടകളിൽ കുലപതിയായി വാഴുന്നവനാണിവൻ. ശ്രീ ഗുരുവായൂരപ്പനെ അഴകിൽ എഴുന്നള്ളിച്ചും ആഘോഷത്തിന് അകമ്പടി സേവിച്ചും ശീലിച്ച സൗന്ദര്യ ശ്രീമാൻ വ്യത്യസ്തതയുടെ പെരുമുഖ ഭംഗിയും പെരുമയാർന്ന ശാരീരിക സൗന്ദര്യവും കാണിച്ചുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം ജൂനിയർ വിഷ്ണു. മഹിമ ചേർക്കുന്ന ഗുരുവായൂരിൽ നിന്നും ഈ മണ്ണിൽ എഴുന്നള്ളി നിന്ന് ചരിത്രം രചിക്കുവാൻ കടന്നു വരിക വരിക നീ നായക. അഴകലറ്റുന്ന പൊന്നുണ്ണി കണ്ണന്റെ ആരോമൽ പുത്രന് പരിമളത്തമ്മയുടെ തിരുമണിലെ പെരുമ കൂടുവാൻ സ്വാഗതം. ശംഖുബ്രോസിന്റെ സ്വന്തം ജൂനിയർ വിഷ്ണുവിന് ഈ മഹനീയമാകുന്ന വേളയിലേക്ക് ശതകോടി സ്വാഗതം സുസ്വാഗതം. പരിമളത്തമ്മയെ കാണുവാൻ വരുന്നുണ്ട് കൂട്ടരെ. ഏകരുദ്ര പൗരസമിതി, അതെ, ഏകരുദ്ര പൗരസമിതിയുടെ വീരന്മാർ കയ്യും മെയ്യും ഒരുക്കി വരുമ്പോൾ കൂടെയുണ്ട് കൂട്ടരെ അവൻ. താരമാരെന്നതിന് തെക്കൻ കേരളത്തിന്റെ ഉറച്ച മറുപടി. അതെ, ഇവൻ ആരവത്തിന്റെ ആരോമൽ പുത്രൻ, യുവരാജ രൗദ്ര വീരൻ, പാലകാപ്യ ഗജപതി, ആമ്പാടി ബാലൻ. ആവേശത്തിന്റെ പൊന്നുറുമി വീശുന്ന ബാലൻ, തോൽവി അറിയാത്ത കാലവും തോറ്റു മടങ്ങിയ രീതിയും കേട്ട് കേൾവി പോലുമില്ലാത്ത ബാലൻ. അതെ, കാലുവച്ച മണ്ണിലെല്ലാം കാലം നിമിക്കുന്ന പോരാട്ടം നയിച്ച ബാലനിത. എതിര് പറയുവാൻ നിന്നവരും എതിർത്ത് തോൽപ്പിക്കുവാൻ കൊതിച്ചവരും അകച്ചുപോയ പോരാട്ട വീരനെ ചൂടി വരികയാണ് മക്കളെ ബാലൻ. കൊല്ലം മണ്ണിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്നു. ദേശിക നാടിന്റെ ഗജഭാവി ശോഭനമെന്ന് ഗജമലയാളത്തിന് കാണിച്ചു കൊടുത്ത ബാലൻ അവതരിച്ചിരിക്കുകയാണ്. വിളിക്കുവാനും മടിക്കാതെ കൈയടിക്കുവാനും ഒരു കൂട്ടം ജനത കൂടെ ചേർന്നപ്പോൾ വിജയസോപാനത്തിൽ വെന്നിക്കൊടി വീശിയ കൊമ്പനാണ്. ഇത് ബാലനാണ്. ഏകരുദ്ര പൗരസമിതിയുടെ രണ്ടാമത്തെ വീരപ്രതാപിയായി കടന്നു വരുന്നുണ്ടവൻ. ഏതു മണ്ണും കൈവണങ്ങും ചന്തവും ഏതു മനസ്സും കീഴടക്കാൻ പോകുന്ന ഗജമികവും കൊണ്ട് താരമായ വീണായ നാമധാരി, പാലായുടെ മണ്ണിൽ നിന്നും പ്രൗഢിയുടെ പടിക്കെട്ടുകൾ കയറിയ താരസൂര്യൻ, ഗജശ്രേഷ്ഠൻ, ഉണ്ണിപ്പിള്ളിൽ ഗണേശൻ. തന്റെ പ്രിയ സാരഥി മുപ്പത്തടം സാലിയുടെ കൈയും പിടിച്ചുകൊണ്ടിതാ
ഏകരുദ്ര പൗരസമിതിക്കായി കടന്നു വരുന്നു അവൻ. വടക്കൻ മഴക്കാടുകൾ ജന്മം കൊടുത്ത മലയാള മണ്ണിന്റെ മടിത്തട്ടിൽ വന്നെത്തിയ ഉത്തമ സൗന്ദര്യം, പെരുമുഖകാന്തി കൊണ്ടും പെരുമയേറുന്ന സ്വഭാവ രീതികൾ കൊണ്ടും ആരാധകർക്കിടയിൽ തരംഗമായി മാറിയവൻ. അതെ, ഒരു കാലത്ത് കർണനും നാരായണൻ കുട്ടിയും കൊച്ചു ഗണേശനും അടക്കം ഒരു പിടി താരങ്ങൾ അണിനിരന്നു നിന്നിരുന്ന ഉണ്ണിപ്പള്ളി തറവാടിന്റെ ഇന്നത്തെ തലയെടുപ്പ് മധ്യ കേരളത്തിന്റെ തലമുറകളിൽ ആനക്കമ്പത്തിന് വിത്തുപാകി വളർത്തിയവരിൽ മുൻനിരക്കാരൻ, പേരുകേട്ട ഇടനാടിന്റെ മടിത്തട്ടിൽ നിന്നും ചുവട് വെച്ചു വന്ന ചരിത്രത്തിലേക്ക് തന്നെ പാദമൂന്നിയ ഗജദുർഗീത, വെളുത്ത പുഷ്പങ്ങളാൽ പൂജിതയാകുന്ന പരിമളത്തമ്മയെ കാണുവാൻ ഏകരുദ്ര പൗരസമിതിയുടെ കയ്യും പിടിച്ചു കടന്നു വരുന്നു അവൻ. താരങ്ങളെ ഇരുകയും നീട്ടി സ്വീകരിച്ച അക്ഷര നഗരിയുടെ വേറിട്ട ഗജനായകൻ, പൂരങ്ങളുടെ നാട്ടിലും വേലകളുടെ നാട്ടിലും പേരെടുത്തു താരമായ കോട്ടയം കൊമ്പൻ, ഒരുപിടി ഗജതാരങ്ങൾ എന്നും അഭിമാനമായി നിറഞ്ഞു നിന്നിരുന്ന ഉണ്ണിപ്പള്ളി തറവാട്ടിലെ ഇന്നത്തെ താരകം ഗജശ്രേഷ്ഠൻ ഉണ്ണിപ്പള്ളി ഗണേശൻ. സൗകുമാര്യം കൊണ്ട് ആരാധകരുടെ മനസ്സ് കീഴടക്കുന്നു ഉണ്ണിപ്പള്ളി ഗണേശൻ കടന്നു വരുന്നു. ഏകരുദ്ര പൗരസമിതി പരിമളത്തമ്മയ്ക്ക് മുന്നിൽ കാണിക്ക വഹിക്കുന്ന രണ്ടു കൊമ്പന്മാരിൽ ഒരുവനായി അവതരിക്കുന്നു. ഉലകം തന്നെ തന്റെ കാലടിച്ചുകൊണ്ട് അടക്കി ഭരിക്കുവാൻ പോകുന്ന അഴകും മികവുമായി ആന കേരളത്തിൽ നിറയുന്ന ഗണേശൻ ഇതാ അവതരിക്കുകയാണ്. തന്റെ പ്രിയ സാരഥി മുപ്പത്തടം സാലിയുടെ കയ്യും പിടിച്ചുകൊണ്ട് ഏകരുദ്ര പൗരസമിതിക്കായി കടന്നു വന്നിരിക്കുകയാണ് അവൻ, ഗജശ്രേഷ്ഠൻ ഉണ്ണിപ്പള്ളി ഗണേശൻ. വടക്കൻ മഴക്കാടുകൾ ജന്മം കൊടുത്ത മലയാള മണ്ണിന്റെ മടിത്തട്ടിൽ വന്നെത്തിയ ഉത്തമ സൗന്ദര്യം, പെരുമുഖകാന്തി കൊണ്ടും പെരുമയേറുന്ന സ്വഭാവ രീതികൾ കൊണ്ടും ആരാധകർക്കിടയിൽ തരംഗമായി മാറിയവൻ. ഒരു കാലത്തു കർണനും നാരായണൻ കുട്ടിയും കൊച്ചു ഗണേശനുമടക്കം ഒരു പിടി താരങ്ങൾ അണിനിരന്നു നിന്നിരുന്ന ഉണ്ണിപ്പള്ളി തറവാട്ടിന്റെ ഇന്നത്തെ തലയെടുപ്പ് മധ്യ കേരളത്തിന്റെ തലമുറകളിൽ ആനക്കമ്പത്തിന് വിത്തുപാകി വളർത്തിയവരിൽ മുൻനിരക്കാരൻ, പേരുകേട്ട ഇടനാടിന്റെ മടിത്തട്ടിൽ നിന്നും ചുവട് വെച്ചു വന്ന് ചരിത്രത്തിലേക്ക് തന്നെ പാദമൂന്നിയ ഗജദുർഗീത, വെളുത്ത പുഷ്പങ്ങളാൽ പൂജിതയാകുന്ന പരിമളത്തമ്മയെ കാണുവാൻ ഏകരുദ്ര പൗരസമിതിയുടെ കയ്യും പിടിച്ചവതരിക്കുന്നു. താരങ്ങളെ ഇരുകയും നീട്ടി സ്വീകരിച്ച അക്ഷര നഗരിയുടെ വേറിട്ട നായകൻ ഗജശ്രേഷ്ഠൻ ഉണ്ണിപ്പള്ളി ഗണേശൻ. ഉത്തമ ഗജതാരങ്ങൾ ഉന്നതികൾ കൈവരിച്ച തെക്കൻ മലയാളത്തിൽ വേറിട്ട സൗന്ദര്യം നിറച്ചെഴുന്നള്ളി നിൽക്കുവാൻ ഗണേശ നിനക്കൊരായിരം സ്വാഗതം. ആരാധകരുടെ വേറിട്ട ആവേശവും ആനക്കേരളവുമായി ഉണ്ണിപ്പള്ളി ഗണേശന് പരിമളത്തമ്മയുടെ തിരുമടിത്തട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. പരിമളത്തിന്റെ മണ്ണിലേക്ക് ഇനി ഇതാ ടീം ഓംകാരം ഇറക്കുന്നൊരു തുറുപ്പ് ചീട്ട്. ഇതാ ഉത്സവ കേരളം ഭരിക്കുന്ന ഒരു വീരൻ അക്ഷര നഗരിയിൽ ഉണ്ടെന്ന് പറഞ്ഞ കാലമേ അവതരിക്കുന്നു അവൻ. 7.5 പൊന്നാന മേലെ ഏറി എഴുന്നള്ളി നിൽക്കുന്ന ഏറ്റുമാനൂർ ദേവരുടെ പൊന്നുണ്ട്. ആരെന്നതിന് ഉത്തരം ആവേശം കൊണ്ട് രചിച്ച അക്ഷരം തെറ്റാത്ത കില്ലാടി ഒരേ ഒരു ഏകരുദ്ര പ്രജാപതി ഏറ്റുമാനൂർ ഉഷശ്രീ ശങ്കരൻ കുട്ടി.
മഹേശ്വരപുത്രൻ. പോരാടാൻ വന്ന താരങ്ങളോടെല്ലാം താരവൃന്ദങ്ങൾ മാത്രമേ തനിക്ക് എതിരാളിയാകൂ എന്ന് തെളിയിച്ച ചരിത്രമുള്ളവൻ. അതെ, ഇവൻ ഉഷശ്രീ ശങ്കരൻ കുട്ടി. ഈ മോങ്കാരമൊരുക്കുന്ന ആരവത്തിൽ നായകനായി പരിമളത്തെ മലത്തറികളിൽ വരെ ആവേശം നിറയ്ക്കുവാൻ ചങ്ങനാശ്ശേരി നന്ദുവിന്റെയും വിഷ്ണുവിന്റെയും കൂടെ ഇതാ കൈകൾ പിടിച്ചുകൊണ്ട് അവതരിക്കുന്നു ശങ്കരൻ കുട്ടി. തന്റേടം തന്റെ രീതിയാക്കി, താരമൂല്യം തന്റെ ശൈലിയാക്കി, ഒട്ടകങ്ങളിൽ തന്റെ ആരായ ശങ്കരൻ കുട്ടി. തിരിഞ്ഞു പോയവർ പോലെ പലരും മാറ്റിപ്പോരി തിരികെ സ്വീകരിച്ച് ചരിത്രമുള്ള സ്വഭാവത്തിന്റെ പട നയിക്കുവാൻ തിരുനക്കര തേവർ നിയോഗിച്ച പൂരപ്രമാണി. നാലാള് കൂടിയ നേരത്ത് നെഞ്ചും വിരിച്ചു നിന്നപ്പോൾ നായകന്റെ സ്ഥാനം നൽകി ഏറ്റുമാനൂർ സ്വീകരിച്ചവൻ. കാലത്തിന് ചൊല്ലി വിളിക്കാൻ കരുത്തിൽ പൊൻപട്ടം ചാർത്തിക്കൊടുത്ത അഘോരമൂർത്തി അനുഗ്രഹിച്ചവൻ. ഇതാ ഈ മോങ്കാരത്തിന്റെ കയ്യം പിടിച്ചുകൊണ്ട് പരിമളത്തമ്മയെ സേവിക്കുവാൻ അലങ്കാര പ്രൗഢിയോടെ അവതരിക്കുന്നു സാക്ഷാൽ ഉഷശ്രീ ശങ്കരൻ കുട്ടി. കൂട്ടുകാർ കലാകായിക സമിതിയുടെ കരുത്തുറ്റ കൊമ്പനാന കടന്നു വരുന്നു. അതെ, പൂത്തുലഞ്ഞു നിൽക്കുന്ന ഗജവസന്തത്തെ വീരപെരുമയോടെ സ്വീകരിച്ച പരിമളത്തമ്മയുടെ മണ്ണിലേക്ക് ചുവടുവെച്ചു വരികയാണ് തെക്കൻ കേരളത്തിന്റെ കണ്ണിലുണ്ണി. കനകം തോൽക്കുന്ന കരി അഴകുമായി കരിവീര കേരളം അടക്കി ഭരിക്കാൻ ഒരുങ്ങുന്ന ആൺകുട്ടി. ചുവടുവെച്ച് അവതരിക്കുന്നു അവൻ ഈ ഭഗുല ചേകവർ മുരഹരി പ്രിയൻ ആകാവിള വിഷ്ണു നാരായണൻ. ആവേശങ്ങൾക്ക് മുകളിൽ തലക്കുന്നിക്കൊണ്ട് ഒരു ചരിത്രം രചിക്കുവാനുണ്ടെന്ന് കേരളത്തിന് കാണിച്ചു കൊടുക്കുന്ന വിഷ്ണുനാരായണൻ. ചെറുപ്രായത്തിൽ മഹിമയിൽ തന്നെ ചെറുതല്ലാത്ത പടവുകളിലേക്ക് വിജയഭേരി മുഴക്കിയ അതേ വിഷ്ണുനാരായണൻ വരികയാണ് മക്കളെ. തെക്കൻ കേരളത്തിന്റെ സിംഹാസനത്തിൽ താരമൂല്യമോടെ ഇരുപ്പുറപ്പിക്കുന്ന രാജകുമാരൻ വരികയാണ് മക്കളെ. ജനിച്ച കുലത്തിന്റെ വീറും വാശിയും തെക്കും വടക്കും ഒരുപോലെ കാണിക്കുവാൻ മടിക്കാത്ത വിഷ്ണുനാരായണൻ. അതെ, അരനിമിഷ നേരം കൊണ്ട് ആരാധകരെ തന്നോട് ചേർക്കുവാൻ ആണത്തം അലങ്കാരമാക്കിയ യുവ തുർക്കിയുടെ വരവ് ഈ ഭഗുല ചേകവർ ആകാവിള വിഷ്ണുനാരായണൻ. തന്റെ ഭാവി എന്തെന്നും ഭാവിയിൽ താൻ ആരാകുമെന്നും ഇന്നേ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച ഒന്നാം തരം ഗജപ്പിറവിയായി കൂട്ടുകാർ കലാകായിക സമിതിക്കൊപ്പം അവതരിക്കുകയാണ് മുഖ്യതലക്കാരൻ. പേരുകേട്ടൊരു കൂട്ടുകെട്ടുമായി കളത്തിലിറങ്ങിയപ്പോൾ വേദികൾ പലത് വിരുകയും നീട്ടി സ്വീകരിച്ച മുഖ്യതലക്കാരൻ. തുറവൂർ നരസിംഹസ്വാമിയുടെ മണ്ണിൽ തുടക്കം കുറിച്ച് വരവറിയിച്ച മുഖ്യതലക്കാരൻ. ആനകളി തമ്പുരാന്റെ ആരാമത്തിൽ ആഘോഷ സായന്തനത്തെ അണുകൊണ്ട് അലങ്കരിച്ച മുഖത്തലക്കാരൻ. പേരുകേട്ട തെക്കൻ പൂരങ്ങളിൽ വീരതാരമായി തന്നെ കളം നിറഞ്ഞു നിന്ന കളഭസുന്ദരൻ. അതെ, തിരുമാന്താം കുന്നിലടക്കം വടക്കൻ വേദികളിലും തന്റെ സാന്നിധ്യം അറിയിച്ച തെക്കൻ കൊമ്പൻ. തർക്കമില്ലാത്ത ഗജപ്പെരുമയുടെ നേരവകാശിയായി തെക്കൻ മലയാളത്തിൽ ഉദിച്ചു നിൽക്കുന്ന ഗജസൂര്യൻ. അതെ, ഇവൻ മുഖത്തല കണ്ണന്റെ ആനയൂട്ടിൽ ആവേശത്തിന്റെ പ്രതിപുരുഷനായി അവതാരം കൊണ്ട മുഖത്തലക്കാരൻ. ചന്തമുള്ള ചേർത്തലക്കാരൻ മാമ്പിയുടെ കയ്യും പിടിച്ച് അവതരിക്കുന്നു ഈ ഭഗുല ചേകവർ മുരഹരി പ്രിയൻ ആകാവിള വിഷ്ണു നാരായണൻ. അറിഞ്ഞപ്പോൾ തന്നെ ആവേശഭരിതരായവരും കണ്ടോളൂ, ഇതവന്റെ വരവ്, ചാലക്കുടിക്കാരന്റെ വരവ്. അതെ, മരിക്കാത്ത മണികിലുക്കം പിറവി കൊണ്ട മണ്ണിൽ നിലയ്ക്കാത്ത ചങ്ങല കിലുക്കവുമായി അവതരിക്കുന്നു അവൻ. തത്വമസി പരിമളത്തിന്റെ താരനായകൻ, ഇളമുറ തമ്പുരാൻ ഊക്കൻസ് കുഞ്ചു. തന്റെ പേരിലെ
ധൈര്യത്തോടെ വാരിയെളിയുവാൻ താനുണ്ടെന്ന് തെളിയിച്ച യുവനായകൻ അടവിലെ ബാലപാഠങ്ങൾ ചുവടുറപ്പിച്ചപ്പോഴേ പഠിച്ചുറച്ച് ഉലകം തന്നെ വിറപ്പിച്ചു നിന്നവൻ, പലരും കൊതിച്ച പ്രൗഢിയുമായി പകലിന്റെ വെളിച്ചത്തിൽ പ്രൗഢിയോടെ തിളങ്ങി നിന്നവൻ, മല്ലന്മാരും അതിലൊത്ത വില്ലന്മാരും തെല്ലും ഭയക്കാത്ത ഇരട്ട ചങ്കന്മാരും തനിക്കെതിരാളിയല്ലെന്ന് തെളിയിച്ചവൻ. അതെ, അന്തിയിൽ അസ്തമിക്കാത്ത സൂര്യോദയങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ ചടുലമായ ആവേശം നിറച്ചു ശീലിച്ചവരെ കടന്നു വന്നാലും ഇതാ കൊല്ലത്തിന്റെ മണ്ണിലെ മറ്റൊരു വീരനായകൻ നെടുവേലിൽ പ്രദേശിനോടൊപ്പം കടന്നു വരികയാണ്. അവൻ ചിറക്കര ശ്രീറാം. നാടിന്റെ കളരിമുറ്റത്തു നിന്നും ചുവടുറപ്പിച്ചു വളർന്ന തെക്കിന്റെ ഉയരക്കേമൻ, യുഗപ്പിറവികളെ നെഞ്ചോട് ചേർത്ത മലയാള നാടിന്റെ മറ്റൊരു ഗജവസന്തം, തെക്കൻ കേരളത്തിന്റെ മടിത്തട്ടിൽ നിന്നും വടക്കൻ പടക്കളങ്ങൾ വരെ കീഴടക്കി നിന്ന മാതംഗ തമ്പുരാൻ നെടുവേലിൽ പ്രദേശിനോടൊപ്പം ഈ മണ്ണിൽ ആവേശക്കടൽ തീർക്കുകയാണവൻ. ഗജ സാമ്രാട്ട് ചിറക്കര ശ്രീറാം. അതെ, ഇവൻ ആണുങ്ങളോട് മത്സരിച്ചുയർന്ന സ്ഥാനം നേടിയ മൂല്യമുള്ള തെക്കൻ തമ്പുരാൻ, പേരും പെരുമയും നിറഞ്ഞ താരങ്ങളെ ആരതിയൊഴിഞ്ഞ് സ്വീകരിച്ച തെക്കൻ കൊല്ലത്തിന്റെ വീരനായകൻ, തെക്കും വടക്കും നിറയുന്ന പൂരസമസികൾ. ഇനി ഇതാ ഈ മണ്ണിന്റെ നായകന്റെ വരവായി. ആയിരം ആയിരം ആവേശം ഈ മണ്ണിന്റെ മടിത്തട്ടിൽ പകർന്നുകൊണ്ട് നായകൻ എഴുന്നള്ളി വരികയായി. അതെ, ഇവൻ ഈ നാടിന്റെ നായകൻ, ഇവൻ ഈ മണ്ണിന്റെ നായകൻ, ഇവൻ ഈ മണ്ണിന്റെ തിരുമകൻ, ഈ അമ്മയ്ക്ക് പൊന്മകൻ, ശാന്തരിൽ ശാന്തൻ, ഗജലോക സമാധാന പ്രിയൻ, ദുർഗാദാസ പ്രജാപതി, പരിമളം വിഷ്ണു. കൂടെയുള്ള സാരഥിമാർ കുഞ്ഞൻ വിഷ്ണുവിന്റെയും കടമ്പനാകുളങ്ങര ശ്രീജിത്തിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് അവതരിക്കുകയാണ് വിഷ്ണു. അടകിന്റെ പാലാടി കിടന്ന ദേവാസുരന്മാർ പോലും കൈകൂപ്പി നമിച്ചു നിൽക്കുന്ന ഐശ്വര്യത്തിന്റെ നേർരൂപമായി പരിമളത്ത് വാഴുന്ന വിഷ്ണു പാലാടിയിൽ പള്ളി കൊണ്ട ദേവനെ നാമത്തിൽ ചേർത്തപ്പോൾ നാടൊന്നാകെ നാരായണ പ്രഭ നിറച്ച വിഷ്ണു നായകന്റെ ഭാവവും നാടടക്കിവാണ് ശൈലിയുമായി നാലാള് കാത്തു നിൽക്കുന്ന നേരത്തെ അവതാരം കൊള്ളുന്ന ഈ മണ്ണിന്റെ സ്വന്തം വിഷ്ണു പരിമളത്തുകാർക്ക് അഭിമാനത്തിന്റെ പരകോടി എന്തെന്ന് കാണിച്ചു കൊടുത്ത വിഷ്ണു പരമപൂജ്യനായ ഭഗവാനെ നാമത്തിൽ ചേർത്ത് പരിമളത്തമ്മയ്ക്ക് അഭിമാനത്തിന്റെ
ആറാട്ടും കൂടി ചരിത്രത്തിൽ തന്റെ പാദമുദ്ര പതിപ്പിച്ച പരിമളംകാരൻ ഇതാ വരികയാണ് മക്കളെ. ചിങ്ങമാസപ്പൺ സുദിനത്തിൽ മള്ളിയൂർ മഹാഗണപതിയുടെ വിനായക ചതുർത്ഥി കൂടി ആരവങ്ങൾ തുടങ്ങിയ പരിമളംകാരൻ പള്ളി സന്ധ്യാവേലിയുടെ മൂന്നാം ശീവേലിക്ക് തിരുവൈക്കത്തപ്പനെ ശിരസിലേറ്റി പുണ്യം നുകർന്ന പരിമളംകാരൻ പാർക്കാടിയിലെ പൂരത്തിന് പ്രൗഢിയുടെ പര്യായമായി പട നയിച്ചെത്തിയ പരിമളംകാരൻ ചെറുപൂരങ്ങൾ അണിനിരക്കുന്ന ചെറുപരമ്പത്തുകാവിൽ ചെറുതല്ലാത്ത ആവേശം നിറച്ചു നിന്ന പരിമളംകാരൻ അകമലയുടെ താഴ്വാരത്ത് രുദ്ധിര മഹാകാളി വാഴുന്ന ഉത്രാളിയിൽ സാക്ഷാൽ രാമരാജാവിന് ഇടം കൂട്ടി നിന്ന ചരിത്രത്തിൽ തന്റെ പാദമുദ്ര പതിപ്പിച്ച പരിമളംകാരൻ അവതരിക്കുന്നു. ഒരേ ഒരു പരിമളംകാരൻ, ഗജലോക സമാധാന പ്രിയൻ, ദുർഗാദാസ പ്രജാപതി, പരിമളം വിഷ്ണു. തന്നെ തെളിയിച്ചു നിൽക്കുന്നത് പുതുയുഗം മണ്ണിൽ പിറന്നു വീണത് തന്നെ തേരോട്ടത്തിന് തന്നെയെന്ന് അടിവരയിട്ട് തെളിയിച്ച വേറിട്ട വിസ്മയ രൂപം പുതിയ കീർത്തിയേറുവാൻ യവരാജകുലത്തിൽ പിറന്ന മഴമുകിൽ വന്നണിത സാന്തറിലെ സാന്തൻ താനെന്ന ചങ്ങല കിലുക്കം തനിക്ക് വെറും അലങ്കാരമെന്നും തെളിയിച്ചു കൊടുത്തവൻ ദുർഗാദാസ പ്രജാപതി പരിമളം വിഷ്ണു. ചിറവരമ്പത്തുകാവിന്റെ മടിത്തട്ടിൽ തികവാർ നാനച്ചന്തത്തിന്റെ ആവേശം അലങ്കാരമാക്കി നിന്ന കൊമ്പനാന 1000 കണ്ണി പൂരത്തിന് ആവേശ സാഗരം തീർക്കുവാൻ ഇവിടെ നിന്ന് അമ്മയെ തൊഴുത് ചരിത്രയാത്ര തുടങ്ങിയവൻ ചാലിശ്ശേരിയുടെ വിരിമാറിൽ ചരിത്രം കുറിച്ച പാലക്കാടൻ വേല കൂടുവാൻ പോയ ധീരനായകൻ തിരുനക്കര പൂരത്തിന് ആരാധകരെ അഭിവാദ്യം ചെയ്ത് പടിക്കെട്ടിറങ്ങിയ താരസൂര്യൻ ആരെല്ലാം എന്നാലും ആവേശം നിറയ്ക്കാൻ പരിമളത്തമ്മയുടെ ദുർഗാദേവിയുടെ മടിത്തട്ടിൽ ഉത്സവ പെരുമയുടെ ഭാഗമായി ആനയൂട്ട് സംഘടിപ്പിക്കുന്ന ഗജസമിതി പരിമണത്തിലെ പ്രിയ കൂട്ടുകാർ, ഒപ്പം ദേവസ്വം ഭാരവാഹികൾ ഇവരുടെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഓരോ വർഷവും ഗജവിവരണം അവതരിപ്പിക്കുവാൻ സാധിക്കുന്നതിൽ അമ്മയുടെ കടാക്ഷമായി കാണുന്നു, അനുഗ്രഹമായി കാണുന്നു. ശ്രീശക്തി സ്വതന്ത്ര നായർ കരയോഗം ഭാരവാഹികൾക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഞങ്ങളുടെ ആത്മാർത്ഥമാകുന്ന നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. 3 നേരങ്ങളിൽ 3 ഭാവങ്ങളിലൂടെ ഭക്തകോടികൾക്ക് അനുഗ്രഹം ചൊരിയുന്ന തിരുവൈക്കത്തപ്പൻ്റെ മണ്ണിൽ നിന്നും ഇവിടെ വീണ്ടും വന്നു ചേർന്ന് ഗജവിവരണം അവതരിപ്പിക്കുവാൻ സാധിച്ചതിലും ഈ ഗജവിവരണത്തിൽ ആവേശം നൽകിയും പിന്തുണ നൽകിയും സ്നേഹം നൽകിയും കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ച മുഴുവൻ സ്നേഹജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും ആനപ്രേമികൾക്കും കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിക്കുന്നു. ഏതൊരു പരിപാടിയുടെയും വിജയത്തിൻ്റെ പ്രധാന ഘടകം സൗണ്ട് സിസ്റ്റമാണ്. നിൽക്കുന്നിടങ്ങളിലേക്ക് മികച്ച രീതിയിൽ ശബ്ദമിശ്രണങ്ങളെ എത്തിക്കുവാൻ സാധിക്കുന്നത് ഒരു കലയാണ്. ആ മഹനീയമായ കല ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്നത് നൗഫി സൗണ്ട്സ് കൊല്ലം പൂരമടക്കം തെക്കും വടക്കുമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലെ സ്റ്റേജ് പ്രോഗ്രാമുകളെല്ലാം മികച്ച രീതിയിൽ കലാവൈഭവം കൊണ്ട് മികവുറ്റതാക്കി തീർക്കുന്ന നൗഫി സൗണ്ട്സിലെ മുഴുവൻ പ്രവർത്തകർക്ക് ഇവിടെ ഇന്ന് സൗണ്ട് മിശ്രണം ഒരുക്കിയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്യാമിനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമാകുന്ന നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം തുടർന്നുള്ള കാലങ്ങളിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ ഒരു വിസ്മയങ്ങളെ ലോകമെമ്പാടും എത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സോഷ്യൽ മീഡിയയിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുന്നവർക്കും എല്ലാവർക്കും പരിമളത്തമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടു കൂടി ഈ മണ്ണിലേക്ക് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഇടയിലെ ഒരാൾ കൂടിയായ ഈ നാട്ടുകാരൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കണ്ണൻ ശ്രീകുമാർ, ഒപ്പം ശ്രീജിത്ത് തുടങ്ങിയ ഈ ആഘോഷ സമിതിയിലെ മുഴുവൻ കൂട്ടുകാർക്കും ഞങ്ങളുടെ 1000 സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവ്വം ശൈലേഷ് വൈക്കം. ഒപ്പം ശബ്ദ മിശ്രണ സംവിധാനങ്ങൾ ഒരുക്കിയ നൗഫി സൗണ്ട്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും
ഈ ഒരു മേഖലകളിൽ എന്നുമെന്നും എനിക്ക് തുണയായും കൂട്ടായും പാതിയായി കൂടെ നിൽക്കുന്ന അക്ഷരക്കൂട്ടങ്ങളുടെ ആനക്കമ്പക്കാരൻ ശ്രീ അഖിൽ ഷാജി അൻപതിൽ, ഒപ്പം ഈ ടീം വർക്കിലെ ശബ്ദമിശ്രണങ്ങൾ ഒരുക്കി ബീജിയം ഇട്ട് ത്രസിപ്പിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീകാന്ത് വൈക്കം. ഒരായിരം നന്ദി, ഒരായിരം സ്നേഹം. മറ്റൊരു പൂരപ്പറമ്പിൽ ആഘോഷവേളകളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ സർവവും പരിമണത്തമ്മയുടെ പാതാരബിന്ദങ്ങളിൽ ശിരസ് നമിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. അമ്മേ നാരായണ. Ini